ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാനൊരു മീഷോ റിവ്യൂ പറയാനായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പൊതുവേ ഒരു മീഷോ കസ്റ്റമർ അല്ല, പക്ഷെ റീസെന്റ് ആയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് മീഷോന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഓർണമെന്റൽ സെറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നുള്ളത്, കാരണം എന്നെപ്പോലെ ഞാൻ പൊതുവേ മീഷോയിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം കുറേ പേർക്കും ഡാമേജ്ഡ് പ്രോഡക്റ്റ് ആണ് റിസീവ് ആവുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കൊടുത്ത പ്രോഡക്റ്റ്സ് അല്ല വരുന്നത്. അങ്ങനെ കുറേ റിവ്യൂസ് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മീഷോ എന്ന് പറയുന്നത് ഒരു എന്താ ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും, നല്ല സാധനം കിട്ടും എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു തോട്ടാണ് മീഷോനെ കുറിച്ച് ഉണ്ടായിരുന്നത്. ഇപ്പോ അതുകൊണ്ട് ഞാൻ എന്തും വരട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ മീഷോന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് എനിക്ക് മീഷോയിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ മീഷോയിൽ പൊതുവേ ബാക്കിയുള്ള ആപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ മീഷോയിൽ പൊതുവേ വിലക്കുറവാണ്, പ്രൈസ് വളരെ കുറവാണ്. അപ്പം ഇതിന് പുറമെ അവർ നമുക്ക് രണ്ട് തരം ഡിസ്കൗണ്ട്സും കൂടി തരുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ പേയ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് കുറഞ്ഞ് കിട്ടും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് റിസീവ് ആവാൻ നമുക്ക് ആ ടേംസിൽ ഓക്കെയാണ്. അതായത് നമുക്ക് റിസീവ് ആകുന്ന പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ അത് നമുക്ക് റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ റിട്ടേൺ ഒരു പോളിസിയും നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ടേംസിൽ നമ്മൾ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 10 രൂപയ്ക്കകത്ത് നമുക്ക് വീണ്ടും കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ചിലവരാണെങ്കിൽ ഓക്കെ ഇത്രയും കൂടെ കുറയുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ ടേംസിൽ ഓക്കെ പറയും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊരു 100 രൂപയാണെങ്കിലും ഒരു 50 രൂപയാണെങ്കിലും പൈസ മുടക്കിയിട്ട് നമ്മളൊരു സാധനം വാങ്ങുമ്പോഴത്തേക്ക് അത് നാശമായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും അത് റീപ്ലേസ് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ അതാരും വേണ്ടെന്ന് വെക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഫസ്റ്റ് വാങ്ങിയത് കോംബോ ഓഫറിലാണ്. കോംബോ ഓഫറിൽ രണ്ട് മാലയും അത് സെറ്റാണ്, അതിന് കമ്മലും ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് 183 രൂപയോ 82 രൂപയ്ക്കോ ആണ്. അപ്പം അത് നമുക്ക് കാണാം. എനിക്ക് സംസാരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇതാണ് ഒരു മാല. ഇത് വന്നിട്ട് ഇടുമ്പോൾ ഇങ്ങനെ വരും. ഒരു നല്ലൊരു സിമ്പിൾ മാലയാണ്. അപ്പുറത്തൊരു പട്ടൻ നല്ല പോലെ കുരയ്ക്കുന്നുണ്ട് കേട്ടോ, അത് കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ നോക്കാം. ഇതാണ് മാല. പിന്നെ വന്നിട്ട് ഇതിൻ്റെ കമ്മലുണ്ട്. അതും നല്ലൊരു ക്യൂട്ട് കമ്മലാണ്. കാണാൻ പറ്റും, കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു ക്യൂട്ട് കമ്മലാണ്. അത് ഇടുമ്പോൾ മാലയും കമ്മലും ഇങ്ങനെ വരും, നൈസാണ്. അതേപോലെ സെക്കൻഡ് വൺ ഇതാണ് മാല. ഇടുമ്പോൾ അതിങ്ങനെ വരും. എൻ്റെ മുഖം കാണുന്നില്ല അല്ലേ? ഇങ്ങനെ വരും. ഇതിൻ്റെ കമ്മലും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ്. ഈ കമ്മൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെയും പെയർ ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും എന്തെങ്കിലും ഡ്രസ്സസിൻ്റെ കൂടെ നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ കമ്മൽ പോയി. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ ഒരുമിച്ച് വാങ്ങിയത്. 182-183 രൂപയാണ്. ഇതിന്റെ റേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എവിടെയെങ്കിലും ആയിട്ട് വെട്ടി ഒട്ടിച്ചേക്കാം. ഇതെങ്ങനെയാണ് പ്രൊഫൈലിൽ കാണുന്നതെന്നും ഇതിന്റെ റേറ്റ്സ് എങ്ങനെയാണെന്നും എങ്ങനെയാണ് ഞാൻ കണ്ടതെന്നുള്ളത് ഇതിലേതെങ്കിലും ഒരു സൈഡിൽ ഞാനത് വെട്ടി ഒട്ടിച്ചേക്കാം. അതാണ് എൻ്റെ ഈ രണ്ട് മാലയും അതിന്റെ കമ്മലും. പിന്നെ ഇത് വന്നിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു 2-3 months മുന്നേ വാങ്ങിയ ഒരു മാലയാണ്. അപ്പം ഇതിന്റെ വന്നിട്ട് 2-3 months അല്ല, എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് ഞാൻ വാങ്ങിയത് ഓഗസ്റ്റ് ഓർ ജൂലൈ ആ സമയത്താണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് മീഷോ പർച്ചേസ് എന്ന് പറയുന്നത്. ഇതും നല്ലൊരു മാലയാണ്. ഇതിന് കമ്മലുണ്ടായിരുന്നു, അതിൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇത് ഭയങ്കര ഒരു എലഗന്റ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മാലയാണ്. അത്യാവശ്യം ഈ മാല ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിമ്പിൾ കമ്മൽ ഇടേണ്ട ആവശ്യമേ വരുള്ളൂ. നല്ലൊരു മാലയാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മീഷോയിൽ എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പറയും എനിക്ക് കിട്ടിയ സാധനം വളരെ നല്ലതായിരുന്നു. അങ്ങനെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മീഷോയിൽ നിന്ന്. ഇത് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. അപ്പം ഇതിൻ്റെ കമ്മൽ എൻ്റെ മിസ്സായി. ഇതിൻ്റെ നൂലൊക്കെ കുറച്ച് പൊന്തി വരുന്നുണ്ട്. അപ്പം ഇതൊന്നെങ്കിൽ ടൈ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഡിഫക്റ്റ് ഇതിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഓഗസ്റ്റ് ഓർ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ അറൗണ്ട് ഇപ്പം ഞാൻ ക്യാമറയിലേക്ക് തന്നെയല്ല കേട്ടോ നോക്കുന്നത്, കാരണം ഈ വ്ളോഗ് എടുത്ത് വലിയ ശീലമില്ലാത്തതുകൊണ്ട്. അപ്പം ഇത് വന്നിട്ട് ഒരു 8-9 മാസമായിട്ടുണ്ട് വാങ്ങിയിട്ട്. അപ്പം ഇതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഇതുവരെ, നാശങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലല്ലോ, വല്ലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
അതിൽ അത്രയ്ക്കൊരു കൺസേൺഡ് ആവില്ല ഞാൻ. കാരണം ഈ ഒരു ദിവസം ഇട്ടിട്ട് ഈ പാക്കറ്റിൽ തന്നെ ഞാനത് ക്ലോസ് ചെയ്ത് വെക്കും. പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എടുക്കും. അപ്പം അതിൽ വലിയ കൺസേൺഡ് അല്ല. അത്രയും ഡാമേജ് എന്റെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇതുവരെ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു നെറ്റ് ചുട്ടിയാണ്, ഒരു മൗണ്ടിക്ക. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡബിൾ ഷെയ്ഡാണ്. അതായത് ഇവിടെ വന്നിട്ട് ഒരു വൈറ്റ് സ്റ്റോണും ഇവിടെ വന്നിട്ട് ഒരു കറക്റ്റ് കാണണോ അറിയില്ല, ഒരു ഗ്രീനും റെഡും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡുമാണ്. നേരത്തെ ഞാൻ കാണിച്ച മാലയ്ക്ക് വന്നിട്ട് 170 സംതിങ്, 179 അങ്ങനെ ഒരു റേഞ്ച് ആയിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 111. ഇതെനിക്ക് വേണമെങ്കിൽ 90s റേഞ്ചിൽ കിട്ടിയേനെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റിന്റെ ആ സാധനം അതിൻ്റെയാണ്. ഇതാണ് വരിക. പിന്നെ കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് വരിക. ദെൻ ഇങ്ങനെ. അപ്പം ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിയ ഒരു ഇതെന്ന് പറയുക പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു മാല കൂടി എനിക്ക് വരാനുണ്ട്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. അത് ഇനി സമയമാവും. ഇപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ ഇത് ഓർത്തു ഇത്രയും കാണിക്കാം. ഇനി അതിന് പുറമെ വരുന്ന പ്രോഡക്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാം എന്ന് ഓർത്തു. അപ്പൊ ഇത് ഞാനൊരു വിഷു എയിം ചെയ്തിട്ട് വാങ്ങിയതാണ്. വിഷു കളക്ഷൻ, ഭയങ്കര ചൂട്, വിഷു കളക്ഷൻസ് എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വിഷു ഷൂട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ വിഷുവിനല്ലാതെ തന്നെ നമ്മൾ ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തെ യൂസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ജെന്വിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് നേരിട്ടും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല എലഗന്റ് ലുക്കിംഗ് ആണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു മാലയ്ക്ക് മാത്രമാണ് കുറച്ചും കൂടി ഗോൾഡ് കളറായിട്ട് തോന്നിയത്. പക്ഷെ ഗോൾഡ് ഭയങ്കര ഗോൾഡിഷ് കളർ, ഭയങ്കര നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി മറ്റേതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഗോൾഡിഷ് ആണ്. പക്ഷെ ഗോൾഡിഷ് ആണെങ്കിൽ തന്നെയും ഇത് പെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. പെയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ ഹാക്സ് ആൻഡ് ട്രിക്സ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ജ്വല്ലറീസോ അല്ലെങ്കിൽ അഫോർഡബിൾ ഡ്രസ്സസോ അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലുമായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ തരാം.